ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മളിപ്പോൾ പോകുന്നത് കുഞ്ചൂസിന് പുതിയ സൈക്കിൾ മേടിക്കാനായിട്ടാണ് കേട്ടോ. അവന് മുൻപൊരു സൈക്കിൾ ഉണ്ടായിരുന്നെങ്കിലും അതിന്റെ പെഡൽസ് ഒക്കെ പൊട്ടിപ്പോയത് കാരണം ചവിട്ടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ സൈക്കിൾ മേടിച്ചു കൊടുക്കാൻ പറയുമ്പോഴൊക്കെ ജിജു പറയാറുണ്ടായിരുന്നത് പുതിയ വീട്ടിലേക്ക് മാറിയ ശേഷം മേടിച്ചു കൊടുക്കാമെന്നായിരുന്നു. പുതിയ ഫ്ലാറ്റിലേക്ക് മാറിയ ശേഷം വേറെയും ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഇപ്പോഴാണ് അതിനുള്ളൊരു സാഹചര്യം വന്നിട്ടുള്ളത്. പിന്നെ അവൻ്റെ കയ്യിൽ മുമ്പുണ്ടായിരുന്ന സൈക്കിൾ എന്ന് പറയുന്നത് അവൻ്റെ ഏജിലുള്ള കുട്ടികൾക്ക് ചവിട്ടാൻ പറ്റിയ സൈക്കിൾ തന്നെയായിരുന്നു. പക്ഷെ പെഡൽസ് ഇല്ലാത്തത് കാരണം അവന് ഓടിക്കാൻ പറ്റാതായതാണ്. പെഡൽസ് കംപ്ലീറ്റ് ആയിട്ടും ഇളകി വന്നിട്ടുണ്ടായിരുന്നു. അത് അതിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പിന്നെ അവൻ്റെ ഹൈറ്റും ഒരു ഫാക്ടറാണ് കേട്ടോ. അവന് ഹൈറ്റ് കൂടുതലുണ്ടായിരുന്നത് കൊണ്ട് തന്നെ അതിലിരുന്ന് ഓടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു അവന്. പിന്നെ അതിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാമായിരുന്നെങ്കിലും പെഡൽ വർക്കാവാതെ നമുക്ക് സൈക്കിൾ ചവിട്ടാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാണ് പുതിയൊരു സൈക്കിൾ വാങ്ങാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പം നമ്മൾ സൈക്കിൾ വാങ്ങാനായിട്ട് വന്നിട്ടുള്ളത് അമ്പത്തൂരിലുള്ള ജസ്റ്റ് ബൈ സൈക്കിൾസിലാണ് കേട്ടോ. ഇവിടെയാണെങ്കിൽ ചെറിയ കുട്ടികൾക്കുള്ള പ്ലാസ്റ്റിക് സീറ്റ് വെച്ചിട്ടുള്ള സൈക്കിൾസ് മുതൽ വലിയ ആൾക്കാർക്ക് വരെയുള്ള സൈക്കിൾസ് അവൈലബിൾ ആണ്. പിന്നെ ഇലക്ട്രിക് സൈക്കിൾസും അവൈലബിൾ ആണ്. പിന്നെ കുഞ്ചൂസ് ഇതുവരെ ഓടിച്ചിട്ടുണ്ടായിരുന്നത് എക്സ്ട്രാ 2 സപ്പോർട്ടിംഗ് വീൽസ് ഉള്ള സൈക്കിളായിരുന്നു. വീണ്ടും അതുപോലെ തന്നെ വാങ്ങാമെന്നായിരുന്നു ജിജുവിന്റെ പ്ലാന്. പക്ഷെ അവന്റെ ഹൈറ്റിനനുസരിച്ച് നമ്മൾ എടുക്കുന്ന സൈക്കിളിലൊന്നും തന്നെ എക്സ്ട്രാ ബാലൻസിങ് വീൽസ് ഫിറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. അവന് മുമ്പുണ്ടായിരുന്ന സൈക്കിളിലെ ആ ഒരു എക്സ്ട്രാ വീൽസ് നമ്മൾ ഇടയ്ക്കൊന്ന് അഴിച്ചിട്ടുണ്ടായിരുന്നു ബാലൻസ് ആവാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ ഒരു സൈക്കിൾ വളരെ ചെറുതായത് കാരണം കുനിഞ്ഞു നിന്ന് വേണമായിരുന്നു നമ്മൾ പുറകെ ഓടാനായിട്ട്. അത് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ വീണ്ടും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ 2 എക്സ്ട്രാ വീൽസ് വെച്ച് ഓടിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ അവൻ ഇപ്പോഴും സൈക്കിൾ ബാലൻസ് ആയിട്ടില്ല. പക്ഷെ ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു സൈക്കിൾ ഇതാണ് കേട്ടോ. നമ്മൾ എടുത്തിരിക്കുന്ന സൈക്കിള് ഇതിന് കളറ് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നുമില്ല. ഗ്രേ കളറാണെന്ന് തോന്നുന്നു. ആ ഒരു കവറൊക്കെ മാറ്റി കഴിഞ്ഞാലേ നമുക്ക് കളറ് മനസ്സിലാവുള്ളൂ. ഗ്രേ കളറാണെന്നാണ് ഷോപ്പിലുള്ളവർ പറഞ്ഞത്. നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ഈ ഒരു സൈക്കിളിന് ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കുനിയേണ്ട ആവശ്യം വരുന്നില്ല. നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നിട്ട് തന്നെ പിടിച്ച് പുറകെ ഓടിയാൽ മതി. അങ്ങനെ നമ്മൾ സൈക്കിളൊക്കെ മേടിച്ചിട്ട് കാറിന്റെ സീറ്റ് മടക്കിയിട്ട് പുറകിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. പുറകിൽ സൈക്കിൾ ഉള്ളത് കൊണ്ട് തന്നെ ഞാനും കുഞ്ചൂസും ഫ്രണ്ടിലായിട്ടാണ് കേട്ടോ ഇരുന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ പുതിയ വീട്ടിലേക്ക് മാറിക്കഴിഞ്ഞാൽ സൈക്കിൾ മേടിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിലും ഇന്ന് പോകാമെന്ന് പെട്ടെന്നുള്ളൊരു പ്ലാൻ ആയിരുന്നു കേട്ടോ. നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടൊന്നും വന്നിട്ടുള്ളതായിരുന്നില്ല. ഇവിടുത്തെ ഇപ്പോഴത്തെ ഒരു ക്ലൈമറ്റ് കണ്ടില്ലേ. 5:51 ടൈം ആയിട്ടുള്ളൂ എങ്കിലും വളരെ പെട്ടെന്ന് തന്നെ ഇരുട്ടാവുന്നത് കണ്ടില്ലേ. മഴക്കാറും ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ഡെയിലി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത്രയും പെട്ടെന്ന് ഇങ്ങനെ ഇരുട്ടാവുന്നത്. അങ്ങനെ നമ്മൾ ഫ്ലാറ്റിലെത്തി ഡ്രസ്സൊക്കെ മാറിയ ശേഷം വീണ്ടും താഴെ വന്നിട്ട് കുഞ്ചൂസ് സൈക്കിൾ പഠിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ ജിജു പിടിച്ചിട്ട് ഓടുന്നത് കണ്ടില്ലേ. മുമ്പത്തെ സൈക്കിളിനാണെങ്കിൽ അതുപോലെ പിടിക്കാനൊരു സ്പേസും കൂടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. ഇത് സ്പേസ് ഉള്ളത് കൊണ്ട് ഓടാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ, പിടിക്കാനുള്ളതില്ല. അപ്പൊ ഇനി മുതൽ ജിജുവിന് ഒരു എക്സസൈസ് ആയി.